ഗുജറാത്തിലെ മുഖ്യമന്ത്രിയുണ്ടായി സഭയുടെ ഒരു പൊതു നിലപാടിന്റെ ഭാഗമായിട്ടാണ്. സഭയുടെ പൊതു നിലപാടല്ല. ഒരു 10-20-25 വർഷത്തിലധികമായി അഭിമന്യ അത്താനാസ്യൂസ് തിരുമേനി ബറോഡയിലും അഹമ്മദാബാദിലുമായിട്ട് അനേകം സ്കൂളുകൾ സഭയുടേതായിട്ട് നടത്തുന്നു. അവിടെ നരേന്ദ്രമോദി ഉൾപ്പെടുന്നതായ സംഘത്തിന് പല അവസരങ്ങളിലും ഭരണത്തിൽ അവർ വരുമ്പോൾ ഭരണപരമായി സ്കൂളുകളുമായി ബന്ധപ്പെടേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ആ സ്കൂളുകളുടെ കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല സ്നേഹിതനാണ് തിരുമേനിയുടെ. ആ ഒരു സ്നേഹബന്ധത്തിനും സൗഹൃദവും പുതുക്കാനായിട്ട് പോയതാണ്. അതുപോലെ തിരുമേനി മാത്രമല്ല, ഇപ്പോൾ അഹമ്മദാബാദ് ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തായിരിക്കുന്ന അഭിമന്യ യൂലിയോസ് തിരുമേനിയും അത് സംബന്ധിച്ചു. കാരണം തിരുമേനി അവിടുത്തെ ഒരു ഭദ്രാസന മെത്രാപ്പൊലീത്തായി വന്നിട്ടുള്ളതുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങളും ലോക്കലായ ഭരണാധികാരികളുമായി അവർ വരുന്നതായ സമയത്ത് അവരെ ബന്ധപ്പെടുന്നത് ഒരു സൗഹൃദ ബന്ധം പുലർത്തുന്നതിന് ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് മാത്രം അതിൽ പോയി സംബന്ധിച്ചതാണ്. സന്ദർശനം വ്യക്തിപരമായിരുന്നെങ്കിലും അതിനുശേഷം നടത്തിയ അഭിപ്രായ രാഷ്ട്രീയം എന്തെങ്കിലും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് എനിക്ക് അറിയില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങയുടെ സുഹൃത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നതിന് വിരോധമുണ്ടോ എന്നാണ് ചോദ്യം. സന്തോഷമേ ഉള്ളൂ എന്ന് തിരുവേലി മറുപടി പറഞ്ഞു. നമ്മളെല്ലാം ടിവിയിൽ കണ്ടതാണ്. നേരത്തെ ഇവിടെ വെച്ച് ചില മാധ്യമങ്ങളോട് അന്ന് ആ ചർച്ച കേട്ട് അത് സംബന്ധിച്ച ഒരാളാണ് ബഹുമാനരായ BJP നേതാക്കൾ എത്തിയപ്പോൾ ക്രിസ്തുമസ് ആശംസകൾ അറിയിക്കാൻ എത്തിയതാണ്. ഗുജറാത്തിലെ നരേന്ദ്രമോദിയുടെ ഭരണത്തെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ബാബാ തിരുമേനി മറുപടി പറഞ്ഞു, ഇപ്പൊ അവിടുന്ന് തിരുമേനി പറഞ്ഞതുപോലെ അവിടെ ഞങ്ങൾക്ക് സ്ഥാപനങ്ങളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് മതിപ്പാണ്. അതാണ് മറുപടി പറഞ്ഞത്. അതുപോലെ തിരിച്ചു ചോദിക്കും, ഒന്നുകൂടെ ചോദിച്ചു, അങ്ങനെയെങ്കിൽ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആകുന്നതിനോട് വിരോധമുണ്ടോ? അതിന് കൊടുത്ത മറുപടി, ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ മെജോറിറ്റി തീരുമാനിച്ച് ആരെ പ്രധാനമന്ത്രിയാകുന്നതിന് സന്തോഷമേ ഉള്ളൂ, ജനാധിപത്യമാണല്ലോ. ഒരു പക്ഷേ ചേർന്ന് പറഞ്ഞു. ആ പക്ഷേ ഇതായിരുന്നു BJPയെ സംബന്ധിച്ച്, ശ്രീ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളോടും ദുർബല വിഭാഗങ്ങളോടുമുള്ള സമീപനം അത്ര പന്തിയല്ല എന്ന് പരക്കെ കേൾക്കുന്നുണ്ട്. അതിൽ ഇപ്പൊ തിരുമേനി പറഞ്ഞതുപോലെ മതേതരത്വ സ്വഭാവം കുറെ കൂടി ആ പാർട്ടിക്ക് ഉണ്ടാകണം എന്നതാണ് എന്റെ അഭിപ്രായം എന്നാണ് തിരുമേനി പറഞ്ഞത്. തിരുമേനി ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണോ? സഭ ആ നിലപാടിൽ തന്നെയാണ്. അതും വ്യത്യസ്തമായിട്ട് സഭയുടെ ഒരു നിലപാടും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചും എടുത്തിട്ടില്ല, പ്രത്യേകിച്ച് BJPയെ കുറിച്ചും എടുത്തിട്ടില്ല. അല്ല, വികസന കാര്യങ്ങളിൽ ആ നിലപാടിൽ തന്നെ നിൽക്കണം. അവിടുത്തെ എന്തോ ഗുജറാത്തിലെ മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമെന്നാണ് ബാബു പറയുന്നത്. അതെ, ആ നിലപാട് തന്നെയാണ്. ആ നിലപാട് തന്നെയാണ്. കാരണം അത് കേരളത്തില് മാത്രമല്ല, അല്ലെങ്കിൽ ഗുജറാത്തിൽ മാത്രമല്ല, ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കുന്നതായ രംഗങ്ങളിൽ അനേകം വികസന പ്രവർത്തനങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും നടത്തുന്നുണ്ട്. അവരുടെയൊക്കെ ഭരണപരമായ കാര്യങ്ങൾ പല വീഴ്ചകളും വന്നിട്ടുണ്ട്. അത് UDFന്റെ പ്രവർത്തനത്തിലുണ്ട്, LDF ഭരിക്കുന്നിടത്തുണ്ട്, മോഡി ഭരിക്കുന്നിടത്തുണ്ട്. അവർ ഓരോരുത്തരും പലതരത്തിലുള്ളതായിരിക്കുന്ന കുറവുകളും കുറ്റങ്ങളും അവരുടെ പ്രവർത്തനത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വികസന പ്രവർത്തനങ്ങളെ എതിർക്കുവാൻ സഭ ആഗ്രഹിക്കുന്നില്ല. മോദി പ്രധാനമന്ത്രിയാകുന്നതിനെ സംബന്ധിച്ച് സന്തോഷമാണ്. ആര് പ്രധാനമന്ത്രിയാകുന്നതിനും വ്യവസ്ഥാപിതമായ ജനായുക്ത മാർഗങ്ങളിൽ കൂടി ഇന്ത്യയിൽ ആര് പ്രധാനമന്ത്രിയാകുന്നതിനും സഭയ്ക്കെതിരില്ല. ഈ അഭിമാന വേദിയുടെ മുഖമാറ്റത്തില് UDFനെയും സർക്കാരിനെയും ഇന്ത്യയിലെ വിമർശനമാണ് അറിയില്ല. അൽമായ വേദി സഭയ്ക്ക് ഉത്തരവാദിത്വമുള്ള സംഘടനയല്ല. സ്വാഭാവികമായി അത് സഭയിലെ അംഗങ്ങൾ ഉൾപ്പെട്ടതാണ്. ആകാം, അംഗങ്ങൾ ഉൾപ്പെടുന്നതായ അനേക പ്രസ്ഥാനങ്ങളുണ്ട്. അവർ നടത്തുന്ന പ്രസ്ഥാനങ്ങൾ മുഖാന്തരം അവർ നടത്തുന്ന പ്രസ്താവനയ്ക്കെല്ലാം സഭ ഉത്തരവാദിത്വമാണോ എന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല. UDFനോട് ഇത്രത്തോളം വൈരാഗ്യമോ സഭ നടത്തുന്നില്ല. ഞങ്ങൾ നിലപാട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഞങ്ങളുടെ നിലപാട് ഒരുത്തരോടും പ്രത്യേകമായ താല്പര്യം. അതേസമയത്ത് ആരും പ്രധാനമന്ത്രിയാകുന്നതിന് ഞങ്ങൾ എതിരല്ല. സഭയുടെ വിഷയങ്ങളുടെ കാര്യത്തിൽ UDF സർക്കാർ വേണ്ടത്ര രീതിയിൽ ഇടപെട്ടു എന്നുള്ള ഒരു സഭയുടെ കാര്യങ്ങളില്
നീതിയും സത്യവുമായിട്ട് ഇടപെടണമെന്നുള്ള ആഗ്രഹവും ആവശ്യവും ഞങ്ങൾ എന്നും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും അത് നിഷേധിക്കപ്പെട്ടതായ സന്ദർഭങ്ങളുണ്ട്. അതിപ്പോ UDF കാലത്തല്ല, LDF ഭരണകാലത്ത് അങ്ങനെ നടന്നിട്ടുണ്ട്. LDF ഭരിച്ച കാലത്തും തൃക്കുന്നം സെമിനാരിയിൽ വളരെ സഭയ്ക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. LDF UDF ഒക്കെ ഭരണകാലത്ത് അവരെ ചില കാര്യങ്ങളിലൊക്കെ സഭയ്ക്ക് അനുകൂലമായ നിലപാടുകളിൽ നീതിയും സത്യവും പാലിച്ചിട്ടുണ്ട്. അതേസമയത്ത് ചില കാര്യങ്ങളിൽ ചില സഭയ്ക്ക് ദുഃഖമുണ്ടാകുന്നതായ കാര്യങ്ങൾ UDF സർക്കാർ ചെയ്തിട്ടുണ്ട്, LDF സർക്കാർ ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിൽ. 2.5 വർഷത്തെ ഭരണം, ഈ UDF-ന്റെ ഈ ഒരു 2.5-3 വർഷത്തെ ഭരണം സഭയ്ക്ക് പൊതുവെ അനുകൂലമായിരുന്നു, സഭയോട് സൗഹാർദ്ദപരമായിരുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളതായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഭയിൽ വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടും ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടും മറ്റെല്ലാ വ്യക്തികളോടും നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പരിഹാരം ഉണ്ടാകണം, സഭയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് LDF ഭരണകാലത്ത് അവരോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭരണത്തിൽ ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്? ഇല്ല, സഭയ്ക്ക് അങ്ങനെ ഒരു വിലയിരുത്തലായിട്ട് പൊതുവായ ഒരു പ്രസ്താവന ഉണ്ടാക്കിയിട്ടില്ല. ഈ വികസന കാര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ വികസന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന സഭ അല്ലെങ്കിൽ എടുക്കുന്ന സഭ, അപ്പൊ അങ്ങനെ ഒരു സഭയ്ക്ക് കേരളത്തിൽ എന്ത് നടക്കുന്നതിനെ പറ്റി ഒരു ധാരണയില്ലെന്നോ? കേരളത്തിൽ നടക്കുന്നതിനെ കുറിച്ച് ധാരണയോട് ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിലല്ല, സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് 30 ഭദ്രാസനങ്ങളുണ്ട്. 20 ഭദ്രാസനങ്ങൾ കേരളത്തിനകത്താണ്, 10 ഭദ്രാസനങ്ങൾ കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലുമായിട്ടാണ്. ഈ സഭയുടെ ഭദ്രാസനങ്ങൾ ഉള്ളിടത്ത് എല്ലായിടത്തും നടക്കുന്നതായ സാമൂഹികവും ജനായത്വപരവും ഭരണപരവുമായ കാര്യങ്ങൾ സഭയെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠ രേഖപ്പെടുത്തുന്ന സമയത്ത് ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്രീസിയേഷൻ നടത്തുന്ന സമയത്ത് അപ്രീസിയേഷൻ നടത്തിയിട്ടുണ്ട്. ആ ഒരു നിലപാട് തന്നെയാണ് സഭ ഇന്നും നേരത്തെ ചോദിച്ച കാര്യം തന്നെ. അതായത് ഈ പറയുന്ന ഒരു കാലയളവിൽ സഭയിലുള്ള വിശ്വാസികൾക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിൽ ഈ ഭരണ നേതൃത്വത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായ തൃപ്തി ഉണ്ട് സഭ അത്തരത്തിലൊരു കാര്യത്തിൽ. ചില സന്ദർഭങ്ങളിൽ സഭയുടെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് നീതിയുക്തമായി പല കാര്യങ്ങളും ഈ സർക്കാർ ചെയ്തു തന്നിട്ടുണ്ട്. അതിൽ സഭയ്ക്ക് സംതൃപ്തിയുണ്ട്. എന്നാൽ അതേസമയത്ത് മറ്റു ചില കാര്യങ്ങളിൽ സഭയുടെ നീതിക്കും സത്യത്തിനും വേണ്ടി സഭ ആവശ്യപ്പെട്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല. ആ കാര്യത്തിൽ അതൃപ്തിയുണ്ട്. ഈ പള്ളിത്തർക്ക വിഷയത്തിൽ സർക്കാരിന്റെ ഒരു നിലപാട് എങ്ങനെയാണ്? പള്ളിത്തർക്ക വിഷയത്തിന് സർക്കാരിന്റെ നിലപാട് സർക്കാർ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ആ വിഷയം. അതൊരു പക്ഷെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഈയിടെയൊന്നും പറഞ്ഞിട്ടില്ല, നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈയിടെ തൃക്കുന്നം സെമിനാരി നടന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എല്ലാ സഭകളും എനിക്ക് ഒരുപോലെയാണ്, പക്ഷേ നിയമം കയ്യിലെടുക്കാൻ ആരെയും സമ്മതിക്കില്ല. ആ പ്രസ്താവനയോട് ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. ഞങ്ങൾക്ക് സന്തോഷവും. ഈ കാരണമെന്ന് പറയുന്നത് ഈ പള്ളികളിലുള്ള സാമ്പത്തിക സ്രോതസ്സും അത് സംബന്ധിച്ചാണ് ഹൈക്കോടതി ഇതൊക്കെ പരാമർശം നടത്തിയത്. യഥാർത്ഥത്തിൽ അത് തന്നെയല്ലേ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് പല കാര്യങ്ങളുണ്ട്. പള്ളികളിലെ സാമ്പത്തിക സ്ഥിതി ഉള്ള പള്ളികളുണ്ട്. ഇന്നും സഭാ കേന്ദ്രത്തിൽ നിന്ന് സബ്സിഡി നടത്തിക്കൊണ്ട് നടത്തുന്നതായ പള്ളികളുണ്ട്. അങ്ങനെയുള്ള പള്ളികളിലും കേസുകളുണ്ട്, പാവപ്പെട്ട പള്ളികളിലുണ്ട്, മറ്റുള്ള പള്ളികളിലുണ്ട്. ഇപ്പൊ വലിയ പള്ളി കേസുള്ള പള്ളികളിൽ സമ്പത്ത് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ആ സമ്പത്ത് അതിനകത്തൊരു മാനദണ്ഡമായി. സഭയ്ക്ക് സംബന്ധിച്ചിടത്തോളം സമ്പത്തല്ല, സഭയുടെ ഭരണഘടന അനുസരിച്ചുള്ളതായ നീതിയുക്തമായി ഈ രാജ്യത്തെ പരമോന്നത കോടതിയായിരിക്കുന്ന സുപ്രീം കോടതി സഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാര അവകാശങ്ങളോ ഒന്നും നഷ്ടപ്പെടാൻ സഭ സമ്മതിക്കുകയില്ല. ഈ തൃക്കുന്നത്ത് സെമിനാരിയിലെ ഇപ്പോ ഈ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ടൈമിംഗ് അതിലെന്തെങ്കിലും കൂടാതെ സഭയ്ക്ക് കൊടുക്കുക. കാര്യം ഇലക്ഷൻ ഓരോ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതോറും ഈ സഭാ തമ്മിൽ രൂക്ഷമാകാറുണ്ട്. ഇപ്പോ വേറൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദത്തിലെത്തി നിൽക്കുമ്പോൾ അവിടെ ഇത്തരം ഒരു പ്രവേശം ഉണ്ടായതിനു പിന്നിൽ എന്തെങ്കിലും കൂടാതെ സഭയ്ക്ക് അതിനെക്കുറിച്ച് അറിയില്ല. സഭ ഇത് ഉണ്ടായ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ സഭ വിവരമറിയിച്ചു.
അദ്ദേഹം അതിനകത്ത് ഇടപെട്ടു. അദ്ദേഹം വളരെ നീതിയുക്തമായിട്ട് പ്രവർത്തിച്ചു. അതിൽ സഭയ്ക്ക് എന്ത് സംതൃപ്തിയുണ്ട്, അദ്ദേഹത്തിന് അനുമോദനം അർപ്പിച്ചു. സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഔദാര്യം വേണ്ട എന്നുള്ളൊരു നിലപാടോ അല്ലെങ്കിൽ അഭിപ്രായമോ ഈ സുന്നതോസിലില്ല. പക്ഷേ സഭ എന്നും ഇത് പറഞ്ഞിട്ടുള്ളത്, സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഔദാര്യം വേണ്ട, നീതി നടത്തി കിട്ടിയാൽ നീതിരഹിതമായി ഏതെങ്കിലും കാര്യം സഭയ്ക്ക് കിട്ടുവാൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. നീതിയോ കോടതി വിധിയോ അനുസരിച്ചുള്ള ഏത് കാര്യത്തിനും വേണ്ടി ഞങ്ങൾ നിൽക്കും. അതിന് വിപരീതമായിരിക്കുന്ന ഒരു കാര്യവും ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. വേറൊരു കാര്യം, അങ്ങനെ സഭയ്ക്ക് കോടതി മുഖാന്തരമോ ലഭിച്ചിരിക്കുന്ന നീതി സംരക്ഷിക്കപ്പെടുന്നതിന് സഭയൊന്നും ശക്തിയുക്തം ലഭിക്കും. പലപ്പോഴും യു.ഡി.എഫ് സർക്കാരിന് നീതി ലഭിച്ചില്ല എന്ന് പറയുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും സമയത്ത്? ഞാൻ നേരത്തെ പറഞ്ഞു, യു.ഡി.എഫ് സർക്കാരിന്റെ കാലത്തും എൽ.ഡി.എഫ് സർക്കാരിന്റെ കാലത്തും സഭയ്ക്ക് അനുകൂലവും ലഭിച്ചിട്ടുണ്ട്, പ്രതികൂലവും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരൊറ്റ കാര്യത്തിൽ ആരോടും അനുകൂലം പ്രതികൂലം നിർത്താൻ സഭ തയ്യാറാക്കി. ഈ തർക്കത്തിൽ കിടക്കുന്ന പള്ളിയിൽ ഒരു 6 വർഷം മുമ്പ് ഒരു റിപ്പോർട്ട് വന്നത്, ആ പള്ളിക്കകത്ത് ലക്ഷക്കണക്കിന് രൂപ ഈ വിശ്വാസികൾ കാണിക്കായിക്കൊണ്ട് രൂപമായി കിടക്കി ലക്ഷക്കണക്കിന് രൂപ ചെതലടിച്ചു പോയ സംഭവമായിട്ട് ആ പള്ളി ലക്ഷക്കണക്കിന് രൂപ ചെതലടിച്ചു. അപ്പൊ ആ ഇത്തരത്തില് പൊതുവിശ്വാസികൾ നൽകുന്ന പണം ആർക്കുമില്ലാതെ പോവാണ്. സർക്കാർ ഏറ്റെടുക്കുന്നതിൽ അവർ അനുകൂലിക്കും, സർക്കാരിന് വിട്ടുകൊടുക്കും. സർക്കാരിന് അങ്ങനെ ഏറ്റെടുക്കാനായിട്ട് ഏതെങ്കിലും കോടതിയുടെ അനുവാദം ഉണ്ടെങ്കിൽ ഏറ്റെടുക്കും. എന്നാലും പൈസ നശിച്ചു പോലെ ആർക്കുമില്ലാതെ. അതാ ഞാൻ പറഞ്ഞത്, പൈസ നശിച്ചുവോ സ്വത്ത് നശിച്ചുവോ സഭയെ സംബന്ധിച്ചിടത്തോളം അതിനെ റൈറ്റ് ആക്കാനോ അവർക്ക് അത് സ്വായത്തമാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിന്. ഈ ക്രിസ്തുമസ് പള്ളിയുടെ യഥാർത്ഥ അവകാശം, ക്രിസ്തുമസ് പള്ളിയുടെ യഥാർത്ഥ അവകാശി ആരാണെന്നുള്ള ഡിസ്ട്രിക്ട് കോടതി വളരെ വ്യക്തമായിട്ട് വിധിച്ചിട്ടുണ്ടല്ലോ. അത് കളക്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അങ്കമാലി മദ്രാസ് മെത്രാപ്പൊലീത്ത 1934 ഭരണഘടന അനുസരിച്ച് നിൽക്കുന്ന മെത്രാപ്പൊലീത്തായ പ്രൈവറ്റ് ആയിരിക്കുന്ന ചാപ്പലാണത്. അത് വ്യക്തമായ വിധിയുണ്ട്. അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ട്. പക്ഷെ ആ വിധിക്ക് യാതൊരു തരത്തിലുള്ള സ്റ്റേയും ഇതുവരെ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ആ വിധിയാണ് ഇന്നത്തെ സെക്രട്ടറി സമ്മേളനം സംബന്ധിച്ചിട്ടുള്ളതായ സ്റ്റാറ്റസ്. സഭ ഏത് സമയത്ത് മുൻകൈ എടുത്തിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ ഇതിന് സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി ഈ സർക്കാർ തന്നെ പല അവസരങ്ങളിൽ അനുരഞ്ജന ചർച്ചകൾ വേണമെന്ന് പറഞ്ഞു. ഏതാണ്ട് 13 ചർച്ചകൾ തിരുവനന്തപുരത്ത് ഈ സഭയുടെ പ്രതിനിധികൾ പോയി നടത്തിയതാണ്, മറ്റു സഭകളുമായി അല്ലെ യാക്കോബായ സഭയുമായി. യാതൊന്നും വെളിയിൽ വന്നില്ല. ഇതുവരെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. യാതൊരു തീരുമാനത്തിലും എത്താൻ സാധിച്ചിട്ടില്ല. ജില്ലാ കളക്ടറെ ഓരോ സമയത്തും അത് ഗവൺമെന്റിന്റെ റുട്ടീൻ അനുസരിച്ച് അവർക്കുള്ള അതനുസരിച്ച് അവർ മാറ്റിക്കൊണ്ടിരിക്കും. അതിനിപ്പോ സർക്കാർ ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞിട്ട് ആരെയും മാറ്റെടുക്കും. അത് ഞങ്ങളുടെ അജണ്ടയിൽപ്പെടുന്ന ഒരു കാര്യം. DSPയോ SPയോ കളക്ടറെയോ മാറ്റുക എന്നുള്ളത് ഞങ്ങളുടെ പരിപാടിയല്ല, അത് ഗവൺമെന്റ് പരിപാടി. ഗവൺമെന്റ് ആരെ മാറ്റുന്നു, ആരെ എടുക്കുന്നു, ആര് വന്നാലും ആര് പോയാലും ഇതെല്ലാം ഞങ്ങൾ സഹിക്കുക. സഭയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സഭയോട് വിശ്വാസമുള്ള, സഭയോട് വിജയത്തിനുള്ള ആളുകൾ സ്ഥാനാർത്ഥികളാകും. ഇതിനൊരു പ്രപ്പോസലൊക്കെ എല്ലാ സമുദായങ്ങളും സഭകളും ആവശ്യപ്പെടുന്നു. അത്തരമൊരു ആവശ്യം സഭയ്ക്കുമുണ്ടോ? സഭ ആവശ്യപ്പെട്ടിട്ടില്ല. LDFിലോ UDFിലോ സഭയുടെ അംഗങ്ങളായി അവർക്ക് വിശ്വസ്തരായിട്ട് തോന്നുന്ന ആളുകളെ അവര് സ്ഥാനാർത്ഥികളായി വരുന്നത് സഭയ്ക്ക് സന്തോഷമുണ്ട്. പക്ഷെ അതിനുവേണ്ടി ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് സഭ ഇപ്പോൾ തീരുമാനിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തൃപ്തിയുണ്ട്. സഭയുടെ അംഗങ്ങൾ വരുന്ന എപ്പോഴും സഭയുടെ സന്തോഷമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ ചെയ്യുന്നില്ല. UDFോ LDFോ അങ്ങനെ കൊണ്ടുവന്നാൽ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കും. സഭ ആരെയും രാഷ്ട്രീയമായിട്ട് സ്പോൺസർ ചെയ്യാറില്ല. വളരെ വ്യക്തമാണ്.
ഇല്ല, അത് ഞങ്ങൾ ഇക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് ചർച്ച ചെയ്തത്. അതിലൊരു കമ്മീഷനുണ്ട്. ആ കമ്മീഷൻ അനുസരിച്ച് ഇക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളൊരു കൊണ്ടുവന്നിട്ടുണ്ട്. കമ്മീഷൻ അതിന്റെ ഈ വർഷത്തെ പഠനത്തിനായിട്ട് മറ്റു ചില കാര്യങ്ങൾ കസ്തൂരിരംഗനെ കുറിച്ച് പറഞ്ഞു. കസ്തൂരിരംഗന്റെ അതിനെക്കുറിച്ചൊരു പഠനമൊന്നും സഭ നടത്തിയിട്ടില്ല. അതുകൊണ്ട് അതെന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ ലഭിച്ചിരിക്കുന്നതായ അറിവനുസരിച്ച് അത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് പാവപ്പെട്ട ആളുകളുടെ സ്വൈര്യ ജീവിതത്തിന് വിപരീതമായിരിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ നിശ്ചയമായിട്ടും സഭ അതിനെ എതിർക്കും. ആയിരിക്കാം. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളതായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാധിക്കുമെന്നുള്ള ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഒരു ദിവസം ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു ദിവസം പറയും, അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം പറയും അത് മാറി, അത് മാറി, ഇത് മാറി, ഓരോ ആ പ്രദേശം മാറി, ഈ പ്രദേശം മാറി എന്ന് പറയും. ഇന്നലത്തെ റിപ്പോർട്ടിനകത്ത് ഇതെല്ലാം ആളുകളെ ബാധിക്കുന്നതെല്ലാം മാറ്റി പറ്റുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിരുന്നു. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണാധികാരികളുടെ ഇടയിൽ തന്നെ ഇതിനൊരു വ്യക്തത വന്നിട്ടില്ല എന്ന് ഞങ്ങൾ തോന്നുന്നു. അങ്ങനെ എനിക്ക് ചെയ്ത സഭ അതിന് അമക്കമായിരിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പ്രസ്താവന ഇറക്കാൻ പറയാറില്ല. പ്രസ്താവനകൾ വരുന്നത് ഞങ്ങൾ കാണുന്നത് സർക്കാരിന്റെ ഭാഗത്ത്. സർക്കാരിന്റെ ഭാഗത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും നിയമവും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇതുവരെയും വ്യക്തമായ ഒരു മാൻഡേറ്റോ വ്യക്തമായിരിക്കുന്ന ഒരു അതിർത്തി രേഖകളോ ഉണ്ടായതായിട്ട് എനിക്ക് ബോധ്യമാണ്. അറിയില്ല. ആരുടെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് കൊണ്ടുവന്നത് സഭയല്ല, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ ഭരണാധികാരികൾ. അതെന്ത് ലക്ഷ്യത്തിലാണ് അവരെന്ന് വെച്ചിട്ടുണ്ടെന്ന് അവരോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ട് കാര്യം. ഈ ആലപ്പുഴ വിമാനത്താവള വിഷയത്തിൽ എന്താണ് സഭയുടെ നിലപാട്? ആലപ്പുഴ വിമാനത്താവളം വേണോ വേണ്ടേ? ആലപ്പുഴ വിമാനത്താവളം വേണ്ടയോ എന്നുള്ളതായ ചർച്ചയും ഇപ്പോഴും നടക്കുകയാണ്. അവിടെ സഭയുടെ നിലപാട് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അവിടെ ഇതുവരെ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അവിടെ നടക്കണ്ട എന്ന് പറയുന്നു, നടക്കണമെന്ന് പറയുന്നു. അത് അവിടെ ആലപ്പുഴ വിമാനത്താവളം ഉണ്ടാകുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്നത് ഉണ്ടാകണമെന്ന ഭൂരിപക്ഷ അഭിപ്രായം ഈ കേരളത്തിലെ സർക്കാരോ ജനങ്ങളോ കൊണ്ടുവന്നാൽ സഭ അതിന്റെ കൂടെ നിൽക്കും. ഇപ്പൊ ജനങ്ങൾ അതിനെതിരും സർക്കാർ അനുകൂലമായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ജനങ്ങളെതിരും സർക്കാർ അനുകൂലമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലാത്തപ്പോൾ അപൂർവമായ അവസ്ഥയിൽ ഒരു പ്രസ്താവന ഇറക്കുന്ന സഭയ്ക്ക് ഭൂഷണമല്ല. ഭദ്രാസനം ഉൾപ്പെടെ സഭയ്ക്ക് ധാരാളം വിശ്വാസികളുള്ള ഒരു പ്രദേശമാണ് കോഴഞ്ചേരി, ആറന്മുള, പത്തനംതിട്ട ഭാഗങ്ങൾ. അപ്പൊ അവിടുത്തെയുള്ള സഭാവിശ്വാസികളുടെ ഒരു ഫീഡ്ബാക്ക് അവർക്ക് വേണോ വേണ്ടി ഇതുവരെയും അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. ആ കാര്യം ചെങ്ങന്നൂർ ഭദ്രാസന മെത്രാപ്പോലീത്ത അവരുടെ സമ്മേളനത്തിലോ അവരുടെ ഭദ്രാസന പൊതുയോഗത്തിലോ ഉണ്ടാക്കി തന്നതായിട്ട് ഞങ്ങൾക്ക് തെളിവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ സഭ അതിനെക്കുറിച്ച് പഠിക്കും. ചെങ്ങന്നൂർ ഭദ്രാസനം ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പോലും സഭ അതിനെക്കുറിച്ച് പഠിച്ച് സഭയ്ക്ക് കൊള്ളാവുന്നതാണെങ്കിൽ ആ തീരുമാനത്തിനോട് അനുകൂലമായിരിക്കും. ഇല്ല എങ്കിൽ ആ തീരുമാനം മാറ്റണമെന്ന് പറയും. അല്ല, സാമൂഹിക പ്രശ്നങ്ങളിൽ സഭയുടെ ഇടപെടൽ വളരെ പരിമിതമാണ്. നേരത്തെ കസ്തൂരിരംഗൻ വിഷയത്തിലും സഭയ്ക്ക് ഇതുവരെ ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ കാര്യം കിട്ടിയിട്ടില്ല. ആറന്മുള വിമാനത്താവളമായാലും സഭയ്ക്ക് ഇതുവരെ ഇതിനെപ്പറ്റി വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ സഭയുടെ നിലപാട്. സഭയല്ല, ഞാൻ പറഞ്ഞല്ലോ, കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ചും ആറന്മുള വിമാനത്താവളത്തെ കുറിച്ചും ഇവിടുത്തെ സർക്കാരിനോട് ഈ സമൂഹത്തിനോ ഇതുവരെ ശരിയായിരിക്കുന്ന ഒരു നിലപാട് സ്പെൽ ഔട്ട് ചെയ്യാൻ കഴിയാത്തടുത്ത് പിന്നെ സഭയെ അല്ല, എല്ലാ വിഷയങ്ങൾക്കും അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞാൽ നിൽക്കുന്നത് സെമിനാരിയിൽ പോലും ഒരേ അഭിപ്രായമില്ല. പക്ഷേ സഭയ്ക്ക് അഭിപ്രായമുണ്ടല്ലോ. സഭയുടെ അഭിപ്രായമല്ല, എല്ലാ വിഷയങ്ങൾക്കും സഭയുടെ അഭിപ്രായമല്ല, അത് കോടതിയുടെ അഭിപ്രായമാണ്. കോടതിയുടെ അഭിപ്രായത്തിന് കൂടെ നിൽക്കുന്ന സഭ. ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ വിവിധ വിഷയങ്ങളെ പറ്റി തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഒരു പൊതു അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുമായി നിത്യേന ഇടപെടുന്ന ഒരു സഭ എന്ന നിലയിൽ പൊതുജനങ്ങളെ ഏത് പ്രതികൂലമായി ബാധിക്കും
സഹായിക്കും എന്ന് തിരിച്ചറിയാവുന്ന കഴിവ് സഭയ്ക്കുണ്ട്. അപ്പൊ സ്വാഭാവികമായും ആറന്മുള വിമാനത്താവളം ജനങ്ങളെ ബാധിക്കുമോ ഇല്ലേ? ആളുകളും ഇതുവരെയും അതിനൊരു തീരുമാനം സഭയുടെ തീരുമാനമാണ്. സഭയുടെ അതല്ലോ ആളുകൾ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യത്തിൽ ഞങ്ങൾ തന്നെ പറയും. വിശ്വാസികളുണ്ടെങ്കിൽ ആ വിശ്വാസികൾ ഞങ്ങളുടെ സഭയ്ക്കായിട്ട് പ്രതിഷേധമോ അതിനെ വിശദീകരണമോ ഞങ്ങൾക്ക് തരണ്ടേ? അപ്പോൾ ഞങ്ങൾ അതിന് മറുപടി പറയാം. അതൊന്നുമില്ല. ആറന്മുളയ്ക്ക് സഭ അനുകൂലമാണ്. അനുകൂലമൊന്നും പ്രതികൂലമൊന്നും പറയാൻ ഒക്കത്തില്ല. ഇവിടുത്തെ സമൂഹത്തിന് സർക്കാരിനെ സാധിക്കാത്ത ഒരു കാര്യം ഞങ്ങളോട് തന്നെ ചോദിക്കുന്നത്. ഈ വിവാദ വിഷയങ്ങളിലും നീതിപീഠത്തിന്റെ തീരുമാനം നീതിപീഠത്തിന്റെ തീരുമാനത്തിൽ ഞങ്ങൾ എത്തും നോക്കി നിൽക്കുക. ആ പള്ളിയുടെ കാര്യമാണ് സംഭവത്തിന് പാടാണ്. എല്ലാവരും പെരുന്നാളിന് പോകേണ്ട നന്ദി വന്ദനമറിയിച്ചു. പരസ്യത്തിലേക്കുള്ള തീർത്ഥാടകരുടെ പോകേണ്ടതാണ്. അതുകൊണ്ട് ഈ ഷോർട്ട് നോട്ടീസിലും ഇത്രയും പേർ വന്നു സംബന്ധിച്ചു എന്നുള്ളതിന് നിറഞ്ഞ സന്തോഷം എല്ലാവരും